മോഹൻലാലിൻ്റെ മകൾ വിസ്മയ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. വളരെ പ്രതീക്ഷയോടെ എത്തുന്ന ഒരു ചിത്രമാണ്, നായികയായി എത്തുന്ന ചിത്രമാണ് തുടക്കം. മോഹൻലാലിൻ്റെ പ്രത്യേക അനുഗ്രഹ ആശിസ്സുകളോടെയാണ് മകൾ സിനിമയിലേക്ക് എത്തുന്നത്. അതുമാത്രമല്ല, ഒരു സുപ്രഭാതത്തിൽ വെറുതെ കയറി സിനിമയിൽ നായികയായതല്ല വിസ്മയ മോഹൻലാൽ. കാരണം മോഹൻലാൽ മുൻപ് സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ വിസ്മയ ആയിരുന്നു എന്നുള്ളത് പലരും അറിയാത്തൊരു കാര്യം കൂടിയാണ്. കാരണം വിസ്മയ അത് നന്നായി പഠിച്ച് സിനിമയെക്കുറിച്ച് പഠിച്ചിട്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം അതിൽ പ്രത്യേകമായി പറയുന്നുണ്ട്, കാരണം അച്ഛൻ വീട്ടിലുള്ള ഒരു ലാലു ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ വന്നു. അപ്പോൾ പറയുന്നത് അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറായിരുന്നു എന്നുള്ളതാണ്. കാരണം മോഹൻലാൽ പ്രൊഫഷണലിനോട് കാണിക്കുന്ന ആത്മാർത്ഥത അങ്ങേയറ്റം എല്ലാവരും തന്നെ പറയാറുള്ളതാണ്. ഒരു സെറ്റിലെത്തുന്ന ടൈം, അതോടൊപ്പം തന്നെ അതിൻ്റെ അഭിനയിക്കുന്ന ആ ഒരു കഥാപാത്രമായി മാറുന്ന ചില സന്ദർഭങ്ങൾ, ഇതൊക്കെ തന്നെ ഒരു പ്രൊഫഷണൽ ആക്ടർ എന്ന നിലയിൽ അതുകൊണ്ടാണ് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ മോഹൻലാലിന് കഴിഞ്ഞത്. കാരണം മോഹൻലാലിനോടൊപ്പം സിനിമയിലെത്തിയ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതോടൊപ്പം തന്നെ ശങ്കറായിരുന്നു ആദ്യം മോഹൻലാലിൻ്റെ സിനിമയിൽ നായകൻ. മോഹൻലാൽ വില്ലനായിട്ടാണ് വന്നത്. പക്ഷേ ശങ്കർ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശങ്കർ ഫീൽഡ് ഔട്ടായി പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രൊഫഷനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. മകനെ എടുത്ത് പരിശോധിച്ചാലും, കാരണം വിസ്മയ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ബ്രദറിനോട് ഈ സിനിമ സംബന്ധിച്ച് ചോദിച്ചു, അപ്പോൾ കുറേയേറെ ടിപ്സ് പറഞ്ഞു തന്നു എന്നൊക്കെ പറയുന്നുണ്ട്. മോഹൻലാലിൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പ്രണവ്. അതോടൊപ്പം തന്നെ സിനിമയുടെ പ്രൊമോഷനൊന്നും കൂടുതലായി കാണില്ല. കാരണം പുള്ളി ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേകതരം രീതിയിലുള്ള ഒരു ജീവിത രീതിയാണ്. കാരണം യാത്രകൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ സിനിമയും ഇഷ്ടമാണെങ്കിൽ കൂടി പൂർണ്ണമായും സിനിമയിൽ അർപ്പിച്ചല്ല പോകുന്നത്. ആ സിനിമ സമയത്ത് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നു, പിന്നീട് യാത്രകളിലേക്ക് പോകുന്നു. അപ്പോൾ ആ തരത്തിൽ മോഹൻലാൽ മക്കളെ സംബന്ധിച്ചിടത്തോളം, മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, മറ്റിപ്പം മമ്മൂട്ടിയാണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ജയറാം ആണെങ്കിലും അവർ മക്കളുടെ കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് ക്ലോസായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. മോഹൻലാൽ പക്ഷേ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവർ ഈ പറഞ്ഞ പോലെ അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലുമൊക്കെ ഒരുപാട് യാത്ര ചെയ്യുക, അവർക്ക് സ്വതന്ത്രമായി പോകാനും അവരെ പൂർണ്ണമായി ഫ്രീ ആക്കി വിട്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ ഭാര്യയും അത്തരത്തിൽ തന്നെയാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മലയാളം വിസ്മയ്ക്ക് നന്നായിട്ട് വഴങ്ങുന്നില്ല എന്ന് വിസ്മയ തന്നെ പറയുന്നുണ്ട്. ഇംഗ്ലീഷാണ് കൂടുതൽ കംഫർട്ട്. പക്ഷേ അത് അഭിനയത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും അത് പിന്നീട് റിക്കവർ ചെയ്യാൻ സാധിച്ചു. കാരണം സംവിധായകൻ അത് വളരെ മനോഹരമായി കൈകാര്യം ചെയ്തു. പിന്നെ ആൻ്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിലൊരു കംഫർട്ട് അതിൽ ലഭിക്കും. പക്ഷേ വേറൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ എത്രയൊക്കെ സപ്പോർട്ടോടുകൂടി സിനിമയിൽ വന്നാലും ആ സിനിമയിൽ എങ്ങനെയാണോ പെർഫോമൻസ് അതനുസരിച്ചായിരിക്കും ഒരാളുടെ ഭാവി. അതിപ്പോൾ മോഹൻലാലിൻ്റെ മകളെന്നല്ല, നമുക്കറിയാം പ്രേംനസീറിൻ്റെ മകൻ സിനിമയിലേക്ക് വന്നു, സോമൻ ൻ്റെ മകൻ, അവരൊക്കെ ഓരോരുത്തരുടെയും മക്കൾ വന്നു. പക്ഷേ ആരൊക്കെയാണ് ശോഭിച്ചതെന്ന് നമുക്ക് പ്രത്യേകം അറിയാമല്ലോ. ഇപ്പോൾ സുകുമാരൻ്റെ മക്കളായിട്ടുള്ള പൃഥ്വിരാജും ഇന്ദ്രജിത്തും വന്നെങ്കിലും പൃഥ്വിരാജാണ് കൂടുതൽ ശോഭിക്കാൻ കഴിഞ്ഞത്. ഇന്ദ്രജിത്താണ് ആദ്യഘട്ടത്തിൽ ശോഭിച്ചതെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര പിൻബലം ഉണ്ടെങ്കിലും, ആരൊക്കെ കൊണ്ടുവന്നാലും, ഗോഡ് ഫാദർ ഉണ്ടെങ്കിലും അവരുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും പിന്നീടുള്ള ഭാവി. അതുകൊണ്ട് തന്നെ വിസ്മയുടെ ഈ ഒരു പെർഫോമൻസിനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിൽ നമുക്കും അത്തരത്തിൽ കാത്തിരിക്കാം.